എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ മുഹമ്മദ് പേരാമ്പ്ര. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെയൊക്കെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വോയിസിലൂടെ വരുന്നത്. ഒറ്റയ്ക്ക് വന്ന് നിങ്ങളെ ക്ഷണിക്കാൻ പറ്റുന്ന ആരോഗ്യപരമായ സ്ഥിതികളൊന്നും ഇപ്പോൾ എനിക്കില്ല. സംഗതി സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നു, എന്നെ പറ്റിയുള്ള ഒരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പിറവിക്ക് കാരണം പേരാമ്പ്രയിലുണ്ടായ ഇന്ത്യൻ ട്രൂത്താണ്. ബാബു, അതുപോലെ ശംസുദ്ദീൻ, ഇവരെല്ലാം ചേർന്ന് ഇത് നടത്തിയ കാലത്ത് ഒരു ചർച്ച വന്നപ്പോൾ ആ ചർച്ചയിൽ ഈ എളിയവനായി ഞാനും പങ്കാളിയായിരുന്നു. ഇന്നലെ ഇടപെടികൾ എന്നായിരുന്നു ഞാനന്ന് സംസാരിച്ചൊരു വിഷയം. അത് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട വർമ്മ മാഷും ബാബുവും ശംസുദ്ദീനും നല്ല എന്നോട് ചോദിച്ചു, നമുക്കൊരു പുസ്തകം എഴുതിക്കൂടെ, നിങ്ങളുടെ ജീവിതം ഞമ്മന് വേണ്ട, അപകടമാണ് ജീവിത കഥ എഴുതുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യം. ഒന്നാമത് വലിയ കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്നൊരു ആളെന്ന നിലയ്ക്ക് കുടുംബത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ച് പറയേണ്ടി വരും. അപ്പോൾ അത് എല്ലാം മൂടി വെച്ച് നമ്മൾ പറയേണ്ടി വരും. ഒരുതരം പാതി എടുത്ത് ബാക്കി നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കതിരും പതിരും എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നീട് കുറേ ആളുകൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ചില ക്രിസ്ത്യാനികളൊക്കെ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ഒരു ജീവിതം പുസ്തകമാക്കണോ എന്നൊക്കെ. ഞാൻ ഇപ്പോഴും പറയട്ടെ, ഈ പുസ്തകം പുതിയ തലമുറയ്ക്ക് വലിയ ഗുണകരമൊന്നുമല്ല. ഇപ്പോൾ നെഹ്റുവിൻ്റെ ആത്മകഥ പോലെയോ ഗാന്ധിയുടെ ആത്മകഥ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ KG-ൻ്റെയോ MS-ൻ്റെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏത് മഹാരഥന്മാരുടെ ആത്മകഥ പോലെ പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ പറ്റുന്ന ഒരു ആത്മകഥയല്ല. ഞാൻ വളർന്ന പേരാമ്പ്രയിലെ തെരുവ്, ആ തെരുവിലെ ജീവിതം, എൻ്റെ ഉമ്മ, ബാപ്പ, എൻ്റെ കുടുംബങ്ങൾ, ഉറ്റവരുടെയവർ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരിലൂടെയൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ മുറിവേറ്റതും എന്നെ സന്തോഷിപ്പിച്ചതും ഒക്കെ ആ ചില കാര്യങ്ങൾ. പിന്നൊന്നും ഈ പ്രത്യാശാസ്ത്രപരം എന്ന് പറയുമല്ലോ നമ്മൾ. അപ്പോൾ അതിലൂടെ കുറേ ആളുകളുടെ സ്നേഹവും തൊട്ടുതലോടും അതൊക്കെയാണ് മനസ്സിലിങ്ങനെ തികട്ടി വന്നപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പിറവിക്ക് കാരണം. ഞാൻ പറഞ്ഞു, ശംസു എഴുതി. ഇതാദ്യം ഒരാളായിരുന്നു എഴുതാൻ വിചാരിച്ചത്, നമ്മുടെ കോടേശാല രവി മാഷ്. അത് കഴിഞ്ഞ് പിന്നീട് കുഞ്ഞിക്കണ്ണൻ വേണമെങ്കിൽ ഇപ്പം അദ്ദേഹമാണ് കുഞ്ഞിക്കണ്ണൻ്റെ പുസ്തകശാല ഫിംഗർ ബുക്ക് സ്റ്റാളാണ് ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അവസാനം ശംസു പറഞ്ഞു, ഞാൻ എഴുതാം എന്നുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മം ഈ വരുന്ന മെയ് 31-ാം തീയതി പേരാമ്പ്രയിലെ പുരോഗമന കലാസാഹിത്യ സംഘം വളരെ വിപുലമായ ഒരു കമ്മിറ്റിയൊക്കെ വിളിച്ച് ചേർത്തുണ്ടാക്കിയ ഒരു സംഘാടക സമിതിയുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ട സമൂഹത്തിലെ ഒരുപാട് വ്യക്തികൾ അതിൽ അംഗങ്ങളാണ്. അവരൊക്കെ ഈ ചടങ്ങിലുണ്ടാകുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പുരോഗമന കലാസാഹിത്യ സംഘം ഇത് വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന വളരെ വാശിയോടുകൂടി എൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റർ പ്രചരണവും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. കുറേ ആളുകൾ വല്ലാതെ അധ്വാനിക്കുന്നുണ്ട്. അവരോടൊക്കെ നന്ദി എന്നൊരു വാക്ക് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുക. അപ്പം ഇത് മെയ് 31-ന് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് മലയാള സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ അവാർഡ് വിന്നറായിട്ടുള്ള നമ്മുടെ ഇന്ദ്രൻസാണ് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സന്തോഷ് കിയാത്തൂരുണ്ട്, അതുപോലെ നമ്മുടെ വീരാൻകുട്ടി മാഷുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സോമൻ കടലൂർ, അങ്ങനെ കണ്ട ഒരുപാട് പ്രിയപ്പെട്ടവർ, ഉണ്ണിരാജ, നമ്മുടെ മറിമായത്തിൽ, ഇവരൊക്കെ വരും എന്നാണ് സംഘാടക സമിതി പറഞ്ഞിട്ടുള്ളത്. ഉണ്ടാകും എന്നാണ്, വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വരണം. കാരണം എൻ്റെ വളർച്ചയിലെ, എൻ്റെ ജീവിതത്തിലെ, എൻ്റെ വഴിയിലെ വെളിച്ചവും തണലും ഒക്കെ നിങ്ങളൊക്കെ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരാണ്. അതിന് രാഷ്ട്രീയ മതമൊന്നുമില്ല ആ കാര്യത്തിൽ. എല്ലാ പ്രിയപ്പെട്ടവരും രാഷ്ട്രീയത്തിനപ്പുറം, മതത്തിനപ്പുറം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് ഒരാശയമുണ്ട്, അത് നമുക്കൊക്കെ ഉണ്ടാവും. അത് ആശയം മുറുകെ പിടിക്കുമ്പോൾ തന്നെ
എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ട മതചിന്തകളിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ പുസ്തക പ്രകാശന ചടങ്ങിനുണ്ടാവണം. മറ്റൊന്ന്, ഈ പുസ്തകം നിങ്ങൾക്കൊന്ന് വായിക്കണം. വായിച്ചിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നിയെന്ന അഭിപ്രായം ഒരു കാരണവശാലും മറച്ചു പിടിക്കാതെ എന്നോട് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം ഇതാദ്യ സംരംഭമാണ്. നാളെ ഒരു പുസ്തകം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അസ്വാഭാവികമാണ്. ചിലപ്പം അഥവാ വന്നാൽ അങ്ങനെ ഒരു അഥവാ വേറെ എന്തെങ്കിലും എഴുതണമെന്ന് തോന്നിയാൽ ഇന്നത്തെ തെറ്റുകൾ തിരുത്തി നാളത്തെ ശരി ചെയ്യാൻ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും നിങ്ങളുടെ ഒക്കെ അനുഗ്രഹമൊക്കെ എനിക്കത് ഗുണകരമാണ്. അപ്പം അതുകൊണ്ട് വേറെ കൂടുതലൊന്നും പറയുന്നില്ല. മെയ് 31-ാം തീയതിയാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ വാർത്ത വന്നിട്ട് കുറച്ച് പുസ്തകം വെക്കാൻ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം, സഹകരിക്കണം. അതിന് ചില ലക്ഷ്യമുണ്ട്. അതിന് ആ ലക്ഷ്യം ഇപ്പം നിങ്ങളോട് പറയുന്നില്ല, അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് പുകാസാഹിത്യം നടത്തുമ്പം പുരോഗമന സാഹിത്യ സംഘത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ചില കാര്യങ്ങൾ അതുപോലെ നാട്ടുകാർ ഇതിൽ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതിലാരൊക്കെ അംഗങ്ങളായിട്ടുണ്ട്, എല്ലാ സാംസ്കാരിക സംഘടനയുടെയും പ്രവർത്തകന്മാരൊക്കെ ഈ സംഘടനയിൽ അംഗങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അധികമൊന്നും പറയുന്നില്ല. ആദ്യം പറയുന്നത് ഒരു ബോറായിപ്പോൾ. മെയ് 31-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പേരാമ്പ്രയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ എല്ലാവരും വന്നു ചേർന്ന് വിജയമാക്കിയിട്ടാണ്. കാരണം ഇങ്ങനെ വ്യക്തിപരമായ ഓരോരുത്തരെയും വന്ന് കാണാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ പറ്റില്ല. ഇത് നിങ്ങളൊക്കെ കാണും, സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മെയ് 31 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാൾ. നന്ദി, നമസ്കാരം.